എൻ്റെ ആദ്യത്തെ ട്രാവൽ വ്ളോഗാണ് ശബരിമലയിലോട്ടുള്ളത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എനിക്ക് കിട്ടിയൊരു അച്ചീവ്മെൻ്റാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലോട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു പഴയ ഫോണായിരുന്നു. അപ്പോൾ ആ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയി, അങ്ങനെ ഫോട്ടോസോ വീഡിയോസോ എടുക്കാൻ പറ്റുന്നില്ല, ബാറ്ററി ബാക്കപ്പ് ഇല്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്താണ് പോയത്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് കിട്ടിയതാണ് ഈ വിവോ X300 FE. അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത് നേരെ ശബരിമലയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതെൻ്റെ ഈ വർഷത്തെ 5ാമത്തെ യാത്രയാണ്. എല്ലാ മാസവും പോകാനായിട്ട് പറ്റുന്നുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് അതിനൊന്നും ഒരു മുട്ടും വരുന്നില്ല. അയ്യപ്പനെ കാണണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. പക്ഷേ അവിടെ ഇരിക്കുന്ന അയ്യപ്പനെ കൂടി നമ്മളോട് എങ്കിൽ വന്ന് കണ്ടോട്ടെ എന്നുള്ളൊരു തോന്നലൂടി വേണം. കാര്യം ഒരുപാട് പേരുടെ അനുഭവം ഞാൻ ഇങ്ങനെ കേട്ടിട്ടുള്ളതാണ്. ആഗ്രഹിച്ചിട്ട് പോകാൻ പറ്റിയില്ല, അവിടെ എത്താൻ പറ്റിയില്ല എന്നൊക്കെ. പക്ഷേ ദൈവാധീനം കൊണ്ട് എനിക്ക് പോകാൻ പറ്റുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കാണുന്നു. അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ് ശബരിമല. അപ്പോൾ ഞങ്ങളിപ്പോൾ പമ്പയിലെത്തി കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ചയാണ്. തിരക്കില്ല, അത്യാവശ്യം തിരക്കൊഴിഞ്ഞ സമയമാണ്. ഇതിനു മുമ്പ് മഴ പെയ്തിട്ട് തോർന്നിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു ചെയ്യുന്നപ്പോൾ. എന്തായാലും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ കിട്ടി. എന്തായാലും ഈ മണ്ഡലകാലത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ തിരക്കായിരിക്കും. നമുക്കൊന്ന് അനങ്ങാൻ പോലും പറ്റാത്ത തിരക്കാണ്. ഇത്രയും വലിയൊരു സ്ഥലത്ത് എന്തോരം ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ കയറിപ്പോകുന്ന പാതയാണ് ഇപ്പോൾ വിജനമായിട്ട് കിടക്കുന്നത്. കുറച്ച് ആൾക്കാരുണ്ട്, നമ്മുടെ മലയാളികളെ അപേക്ഷിച്ചിട്ട് ഏറ്റവും കൂടുതൽ തെലുങ്കരും തമിഴ് വംശജരുമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ നമ്മുടെ ശബരിമലയിൽ എത്തിപ്പെടുന്നത്. അപ്പോൾ ഈ പോകുന്ന കുട്ടിയാണ് നീള. അത്യാവശ്യം ഡാൻസൊക്കെ അറിയാവുന്ന കുട്ടിയാണ്. നാടോടി നൃത്തം, ഡാൻസ് അതൊക്കെ പുലിയാണ് കേട്ടോ. ആള് ആദ്യമേയൊക്കെ മിണ്ടാനായിട്ട് ഇച്ചിരി പ്രയാസം ഉണ്ടായിരുന്നു. പിന്നെ എനിക്കാണെങ്കിൽ വണ്ടിശ്ശൂർ കടിക്കും. അത് വണ്ടി യാത്ര ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നമ്മളിതൊക്കെ സഹിച്ച് വന്നോന്നുണ്ടെങ്കിൽ അയ്യപ്പൻ്റെ ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഛർദിലെല്ലാം എന്ത് വിഷയം ഉണ്ടെങ്കിലും എനിക്ക് പോകാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റാണ്. നമുക്ക് ആ ടൈം ആകുമ്പോൾ നമുക്ക് ഓൾറെഡി അയ്യപ്പൻ്റെ കുറേ കാര്യങ്ങൾ നമ്മളോട് ഓടി വരും. സത്യം പറഞ്ഞാൽ ശരിക്കും നമ്മൾ അത് അനുഭവിച്ച് തന്നെ തീർക്കേണ്ട കാര്യമാണ് അതൊക്കെ ഈശ്വരാനുഗ്രഹം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം ഞങ്ങൾ നിങ്ങളേനെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്കൊരു കുഴപ്പമില്ല, ആൾ ആക്റ്റീവാണ്. യാത്ര ചെയ്തതിൻ്റെ ചെറിയൊരു ക്ഷീണം മാത്രമേ ഉള്ളൂ ആൾക്ക്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 11 മണിയോടുകൂടി പമ്പയിലെത്തി. അവിടുന്ന് നേരെ ഒരു 2:30 ആയപ്പോൾ ഞങ്ങൾ സന്നിധാനത്തെത്തി വെളുപ്പിന്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളൊന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുന്നതാണ്. അപ്പോൾ ആ റെസ്റ്റിന് പിന്നിലപ്പോൾ കാലിലൊക്കെ കാണിക്കുകയാണ്, നടന്നിട്ട് കാലിനൊക്കെ വേദനയുണ്ട് എന്നൊക്കെ പറയുകയാണ് ആളവിടെ ഇരുന്ന്. അപ്പോൾ ശാന്തമായ 18ാം പടിയും അയ്യൻ്റെ സന്നിധാനമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അവസരം കാണാൻ പറ്റുകയെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഭാഗ്യമായിട്ട് കരുതിയാണ്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. ആദ്യത്തെ ഓൺ വോയിസാണ്.